അവനെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാനൊരു തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു തള്ള വേണ്ട പോവേണ്ട അങ്ങനെ ഇങ്ങനെയാണ് വൃത്തിയേട്ടവനാണെന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ വെറുക്കപ്പെടും. പക്ഷെ ആ കാര്യങ്ങൾ എന്താ പറഞ്ഞു കൊടുത്ത് അവളെ ഞാൻ ഇക്കനെയും കൂടെ തെറ്റിക്കുവാണ്, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇക്കനെയും അവളെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഇവള് സ്പീക്കർ ഇട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മമ്മിക്ക് വയ്യാണ്ട് റസൂ പൂക്കുറ്റി, സജിന, ഫിറോസ് ഇവരിൽ മാത്രം ഒതുങ്ങി നിരുന്ന ഈ ഒരു വൃത്തികെട്ട കേസിലേക്ക് വീണ്ടും മെമ്പേഴ്സ് കൂട്ടമായിട്ട് അല്ലെങ്കിൽ ലോറി പിടിച്ചു വരുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസത്തിന്റെ പേര് ഗീവ് ആൻഡ് ടേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരാൾ അങ്ങോട്ട് ഒരെണ്ണം ഇടുന്നു, അതിന് ഓപ്പോസിറ്റ് അവിടുന്ന് ഒരു സാധനം ഇങ്ങോട്ട് ഇടുന്നു. നല്ല ഹാർഡായിട്ട് ഫിറോസ് കുറെ തെളിവുകളും വീഡിയോയും വോയിസ് ക്ലിപ്പും എല്ലാം കൂടി ഇട്ട് നല്ല ഏറ്റ പണി ഒരെണ്ണം അങ്ങോട്ട് വെച്ചു കൊടുത്തു. ആ വെച്ചു കൊടുത്ത പണിക്ക് ഒരു ദിവസം മുമ്പേ സജിനയുടെ വെളുപ്പിക്കലായിട്ടുള്ള ഒരു ഇന്റർവ്യൂ സ്വന്തം യൂട്യൂബ് ചാനലുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഷാലുവിന്റെ ചാനലിൽ നിന്നും പുറത്തേക്ക് വരുന്നു. തൊട്ടടുത്ത ദിവസം ഫിറോസിന്റെ ഈ വീഡിയോ വന്നതോടുകൂടി ഇവളെ വെളുപ്പിക്കുന്ന കാര്യം, ഇവളുടെ അമ്മപാസം എന്താണെന്ന് ജനങ്ങളിലേക്ക് അറിയിക്കാൻ കാണിച്ച കാര്യങ്ങൾക്ക് എവിടേക്കോ കുറച്ച് നല്ല കമന്റുകൾ വന്നതിന്റെ പുറത്തോടാണ് സജിനയുടെ തനി സ്വഭാവം എന്തുവാണെന്നും അവൾ എന്ത് രീതി നടക്കുന്ന ഒരു പെണ്ണാണെന്നും അവൾക്ക് എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് പോലും അറിയത്തില്ല എന്ന രീതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് പുറത്തിട്ടൊരു കാര്യം. അതിനുശേഷം ഈ ഒരു 2 ദിവസത്തിന് ശേഷം ആയപ്പോഴത്തേക്കിന് ഇത് നേരെ കറങ്ങി അടുത്ത ഇന്റർവ്യൂയിലേക്ക് സജിന എത്തുന്നു. ഇതിന്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നു, മറുനാടൻ മലയാളി കൊടുക്കുന്നു. അതും ചെറിയൊന്നുമല്ല, നല്ല വലിയ ദീർഘിപ്പിച്ചിട്ടുള്ള, കാരണം ഒരുപാട് കഥകളുണ്ടല്ലോ പുള്ളിക്കാരിക്ക് പറയാനായിട്ട്. അത് ഒരിക്കലും ഇങ്ങനെ തീരുന്നതല്ല. അഭിനയിക്കുന്ന സീരിയൽ പോലെ തന്നെ എപ്പിസോഡ് കണക്ക് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് കാണിക്കാൻ പാകത്തിലുള്ള ക്ലൈമാക്സുകളും ത്രില്ലിംഗ് എക്സ്പീരിയൻസുകളും. വേണമെങ്കിൽ ജിത്തു ജോസഫിന്റെ അടുത്ത് ഒരു കഥ പറഞ്ഞു നോക്കും. കഥ മാത്രമേ പറയാവൂ കേട്ടോ, തനി സ്വഭാവം പുറത്ത് കാണിക്കരുത്. അങ്ങനെ കഥ പറയുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ദൃശ്യം 5-നകത്ത് ഏതെങ്കിലും ഒരു സാധനത്തിൽ ഈ ഭാഗത്തിന്റെ ഒരു ഭാഗമെടുത്ത് കടമെടുത്ത് അല്ല സോറി ഐ എം റിയലി സോറി. ഒരിക്കലും ഇതുപോലുള്ള കമ്പി കഥകൾ ദൃശ്യം സിനിമയ്ക്കകത്ത് വെക്കാൻ പറ്റത്തില്ല. അത് ഏതെങ്കിലും ഏപ്പടം കളിക്കുന്ന തിയേറ്ററിലേക്ക് അതിന്റെ സംവിധായകന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ. മറ്റേ ദീപ്തി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടല്ലോ, നോക്ക് എസ്മയ്ക്കകത്ത് ചിലപ്പോൾ ഒരു സീരിയസ് ആയിട്ട് ഈ സാധനം നമുക്ക് ഇറക്കാൻ പറ്റും. എനിക്കറിയത്തില്ല, അറിയാമായിരുന്നെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്ത് തരായിരുന്നു പോട്ടോ. ഈ അറിയത്തില്ല, സത്യമായിട്ടും അറിയത്തില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മൊത്തം ആകട്ടെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും. കാണിക്കാൻ പോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല കിടില വോയിസ് ക്ലിപ്പ്. ഈ വോയിസ് ക്ലിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സജിനയും ദിയസനയും പൂക്കുറ്റിയും, അതായത് പൂക്കുറ്റിയും സജിനയും കൂടെ ഒന്നിച്ചിരുന്നുകൊണ്ട് ഒരു ഫോണിൽ ദിയയുടെ അടുത്ത് സംസാരിക്കുന്നു, വാക്ക് തർക്കങ്ങളും. അതായത് അതിനുശേഷമുള്ള ഒരു വോയിസ് കോള് പൂക്കുറ്റി സാറിനെ ഭീഷണിപ്പെടുത്തുന്നു. എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ അടിച്ച് കലക്കി നിന്റെ അണ്ണാക്കി ഞാൻ തരും എന്ന രീതിയിലുള്ള പരിപാടികൾ ഇപ്പം നിന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിരിക്കണം. ഭാര്യ ഇത് അറിഞ്ഞിരിക്കണം. അപ്പം സജിന ചോദിക്കുന്നു, സജിനയല്ല സോറി, എല്ലാം ഒരു മറ്റേടത്തെ പരിപാടി തന്നെ കേട്ടോ. അതുകൊണ്ട് ദിയ ചോദിക്കുന്നു, പുള്ളിക്കാരൻ്റെ വൈഫിന് ക്യാൻസറാണ്, വലിയ ഇതായിട്ടൊക്കെ ഇരിക്കുക, അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് എൻ്റെ കാര്യം സേഫ് ആക്കിയാൽ മതി, ഇത് എല്ലാവരും അറിഞ്ഞേ പറ്റൂ. പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കുന്നു, സ്റ്റോറി ഇടുന്നു, ലൈവ് ഓൺ ചെയ്ത് വെച്ചിട്ട് പറയുന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞുകൂടെ എല്ലാവരും കാണട്ടെ എന്ന രീതിയിലൊക്കെ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, സജിനയുടെ ഫേസ്ബുക്കിനകത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനകത്തോ ഓരോ ഫോട്ടോസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അതായത് കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോട് പിണക്കം വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ പുള്ളിക്കാരി ഇതുപോലുള്ള പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പൂക്കുറ്റിയെക്കുറിച്ച് 2 പൂക്കുറ്റിത്തരം പറഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ മുഴുവിക്കാൻ പറ്റത്തില്ല. എടാ പോയി പല തീട്ടത്തിലും പോയി കഴിയടാ മണ്ടകുണാപ്പ, അത്രേ ഉള്ളൂ. എടാ നിനക്ക് ഞാൻ വിചാരിച്ചത് നിനക്കൊരു നിലവാരമുള്ളൊരുത്തനാണ്, ഒരു നിലവാരമുള്ളൊരുത്തൻ. ഇപ്പോൾ പാക്ക പെണ്ണുപിടിയനാ. അല്ലെങ്കിൽ ഇവൻ ഈ, അതായത് നമുക്ക് ഈ സാധനം ചീഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വീണ്ടും അതിനകത്തിട്ട് നിൽക്കുവോ? ഇല്ല, അത് ചീഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും അതിനകത്ത് കോലിട്ട് ഇളക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് അവിടെ നിന്ന് എന്തോ ഫലഭൂഷ്ടമായ സാധനങ്ങൾ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിന്റെ ടേസ്റ്റിനകത്തുള്ള ഏതോ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. മിക്കവാറും കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിട്ടായിരിക്കും, എനിക്കറിയാൻ വയ്യ. നളിച്ചൊക്കെ പൂക്കുറ്റിയുടെ കൈ നിങ്ങൾ ആലോചിക്കരുത്. ഞാൻ ആലോചിക്കുന്ന കാര്യമല്ല, നിങ്ങളെന്തിനാ ആലോചിക്കുന്നത്? അങ്ങനെ ഒന്നും ആലോചിക്കല്ലേ, കണ്ടല്ലോ. പോലീസ് മറ്റേ വീഡിയോ കോൾ ചെയ്തിട്ട് പോലീസ് അറസ്റ്റ് മീ, അയ്യോ അവളെന്നെ അറസ്റ്റ് ചെയ്തു. അല്ല മറ്റേ സിനിമയാണ്, മറ്റേ വിനീത് ശ്രീനിവാസനുണ്ടല്ലോ, കുറുക്കനോ കോഴിയോ അങ്ങനെ ഒരു സിനിമ ഉണ്ടല്ലോ, വീഡിയോ. ഇതെൻ്റെ ഭാര്യയുടെ ഫോട്ടോയാണ്, ഇതിവിടെ ഇരിക്കട്ടെ, ശവത്തിൻ്റെ ഫോട്ടോ ഇരിക്കട്ടെ, അതിൻ്റെ പുറത്ത് ഞാൻ ഇങ്ങനെ തുള്ളുന്നു.
അങ്ങനെ പൂക്കുറ്റി അങ്ങനെയൊക്കെ ചെയ്ത് കാണും. മിക്കവാറും പൂക്കുറ്റിയുടെ വീഡിയോ ഒക്കെ കാണും. പ്രശ്നം വഷളാവും, പൂക്കുറ്റി തുള്ളുന്ന വീഡിയോ വരും. മുഞ്ചക്ക ബാബ കുണ്ടക്ക ബാബ. അതിന് വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പുള്ളി തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. നമുക്ക് അടുത്ത ഓസ്കാറിനുള്ള എന്തായാലും കിട്ടി. പുതിയൊരു 2-3 ഓസ്കാറിനും കൂടെ ഉള്ളൊരു വകുപ്പ് അതിനകത്ത് കാണുമായിരിക്കും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ദിയ സനയുടെ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാം. അതായത് ഈ പുള്ളിക്കാരനെ ഭീഷണിപ്പെടുത്തുന്നത്, അതായത് പൂക്കുറ്റി എൻ്റെ അടുത്തുനിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ പൂക്കുറ്റി അടിച്ച് മേളിക്കെറ്റി പൂക്കുറ്റിയായിട്ട് വിട്ടുകളയുന്നു സജിന പറയുന്നൊരു കാര്യം. പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവര് ഫെബ്രുവരി 18-ാം തീയതി ഇടുന്ന അവരൊരു പോസ്റ്റ് ആദ്യമായിട്ട് ഇട്ടു. അതിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രഗ്നൻസി കിറ്റിന്റെ ഒരു ഫോട്ടോ ആയിരുന്നു അവരിട്ടിരുന്നത്. അതിൽ പോസിറ്റീവ് കാണിച്ചത് റസൂൽ പൂക്കുറ്റിയുടെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡായിരുന്നു. അത് അയാളെ ആദ്യത്തെ സമയം ഭീഷണിപ്പെടുത്താൻ വേണ്ടി അവള് ഉപയോഗിച്ച വെപ്പണായിരുന്നു. കുറച്ചു നേരം അത് സ്റ്റോറിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഡിലീറ്റ് ആയിപ്പോയി. ആ സ്റ്റോറി കണ്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമുക്ക്. രണ്ടാമത്തെ ദിവസം ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 28-ാം തീയതി അവളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ ഇവർ രണ്ടുപേരുടെയും കൂടെ ഉള്ള ഒരു ഫോട്ടോ ഇട്ടിരുന്നു. റസൂൽ പൂക്കുറ്റിയും സജ്നയും ആയിട്ടുള്ള ഫോട്ടോ ഇട്ടു. ആ ഫോട്ടോയിലെ ഇത് ക്യാപ്ഷൻ വിവാഹിതരാവാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. അന്ന് നീലക്കോയില് പോലുള്ള ഓൺലൈൻ ചാനൽസുകൾ അല്ലടേ, ഒരു കല്യാണം കഴിച്ചിട്ടിരിക്കുമ്പോഴത്തേക്കിന് അടുത്ത് വിവാഹിതനാവാൻ പറ്റുമെന്ന രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സെലിബ്രിറ്റികളാണല്ലോ അവരുടെ തൊലിക്കെട്ടിയെന്ന് ആലോചിച്ച് നോക്കി. ലിവിങ് ടുഗദർ എന്തെങ്കിലും മിനിമം പറഞ്ഞായിരുന്നു അത് കാണുന്നവർക്ക് മനസ്സിലാവും ഇല്ലേ? ഇങ്ങനെ ഓപ്പൺ റിലേഷൻഷിപ്പ് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, കാണുന്നവർക്ക് കൺവിൻസ് ആവും. വിവാഹിതരാവാൻ പോകുന്നു, ആഹാ, ഒറിജിനൽ ഭാര്യ ഫോണിൽ നോക്കുമ്പോഴത്തെ എന്റെ ഭർത്താവ് വിവാഹിതനാവാൻ പോകുന്നു. വാവു വാവു, ഗ്രേറ്റ് പൂക്കുറ്റി, അടി പൂക്കുറ്റി മത്താപ്പൂ. ആ പോസ്റ്റർ ഇട്ടിട്ട് അവര് ഡിലീറ്റ് ചെയ്തു. അവരടുത്ത് അന്വേഷിച്ചപ്പോ പറഞ്ഞത് അവരിത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവർ തന്നെയാണ് ഇടാനും പറഞ്ഞിരുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ആ പോസ്റ്റ് ഡിലീറ്റ് ആയിട്ട് ഒരു ലൈവ് വന്നു സജന. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ കണ്ടുള്ള ഒരു ലൈവ് ആയിരുന്നു. ആ ലൈവില് റസൂൽ പൂക്കുറ്റിയുടെ കയ്യെ പിടിച്ച് വലിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ പറയണം പൊതുസമൂഹത്തിനോട് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ പോണെന്ന് എന്നൊക്കെ പറഞ്ഞ അയാളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ലൈവായിരുന്നു. ആ സാധനം ഒരു 2 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞപ്പോൾ കട്ടായി. അത് ഓൺലൈൻകാരുടെ കയ്യിലൊന്നും കിട്ടിയില്ല, ആരുടെയും കയ്യിലത് കിട്ടിയില്ല. അത് കണ്ടവർ മാത്രം 1-2 പേരുണ്ട്. അവരെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അവരുടെ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് തരാം. ഈ പ്രഗ്നൻസി സംഭവം ഇല്ല. അത് നിലവിളിച്ച് ഞാൻ 3 മാസം കൊണ്ട് എന്നെ ടെൻഷൻ എടുപ്പിച്ച് അത് വെച്ചിട്ട് എന്നെ ബാർഗെയിൻ ചെയ്ത് എനിക്ക് 3 കോടി രൂപ ഞാൻ ഫാൻസിൽ പറഞ്ഞു. അതെ, എന്റെ ഭാര്യ മക്കളെ എല്ലാം അണ്ടർസ്റ്റുഡായി, അതൊക്കെ മനസ്സിലായി. പിന്നെ പുള്ളി നിർബന്ധമായിട്ടും എനിക്ക്, അതായത് ഞാൻ ഇവിടെ ഇത്രയും വിഷയം ഉണ്ടാക്കി എന്റെ കുടുംബം പ്രശ്നമാക്കി. അതിനാണ് പുള്ളിയുടെ കാര്യങ്ങൾ അറിഞ്ഞത്. ഇവള് ഇട്ട ഒരു മെസ്സേജ്, പിന്നെ ഇവളിപ്പോ പ്രൂവ് ചെയ്യാൻ കാണിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ മൾട്ടിപ്പിൾ ആൾക്കാരായിട്ട് ബന്ധം ഉണ്ടാക്കി തീർക്കും എന്ന് വെയിറ്റ് ഈ സമയം ഉണ്ടാ ഒരു പൂക്കുറ്റി പേടിച്ച് വരണ്ട് തലയുടെ സംസാരിക്കുന്നത്. അത്യാവശ്യം ഇച്ചിരി ക്ലാരിറ്റിയോടെ സംസാരിക്കും, കേൾക്കുന്നവന് മനസ്സിലാവണ്ടേ പൂക്കുറ്റി എന്തോ പറയുന്നുള്ളത്. ഒരുമാതിരി പൂക്കുറ്റിന്ന് പേരും ചെറിയ ഊത്തുപടക്കത്തിന്റെ സൗണ്ടും. ഞാൻ പോകത്തില്ല. ഇപ്പൊ ഇതൊരു സിറ്റുവേഷൻ എത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് ഒന്നിനും പോകാൻ പറ്റത്തില്ല, നിർത്താം. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു ത്രെട്ടില് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ, ഞാൻ അതാണ് ചെയ്യുന്നത്. അതിനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോ. പിന്നെ പക്ഷെ അതിനെ ഇവള് ഡിമാൻഡ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അതിനവൾ ഡിമാൻഡ് ചെയ്യുന്നത് പണമാണ്. സെറ്റിൽ ചെയ്യാൻ മാത്രമേ നടക്കുള്ളൂ. 3 കോടി എന്റെ ഇരിക്കുന്നു. ഞാൻ ആൾറെഡി അവൾക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് 40 lakhs 39,00,000 പൈസ കൊടുത്തിട്ടുണ്ട്. സജിനയുടെ അക്കൗണ്ടിലേക്ക് 40 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്വന്തം അക്കൗണ്ടിൽ നിന്ന്. എന്റെ പൊന്നു കുഞ്ഞേ, ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത് പൂക്കുറ്റി ചേട്ടൻ എന്റെ അച്ഛനാണോ അല്ല, എന്റെ അനിയനാണോ അല്ല, എന്റെ ഭർത്താവാണോ അല്ല, എന്റെ കാമുകനാണോ അല്ല, ആരാണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ ഒരു ആത്മബന്ധത്തിലാണ് ഞാനും പൂക്കുറ്റി ചേട്ടനും പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത്. പൈസക്കാരൻ പൂക്കുറ്റി ചേട്ടൻ, നിനക്ക് ബ്ലേഡുകാരൻ പൂക്കുറ്റി ചേട്ടനായിരുന്നു. ഇട്ട സമയത്ത് ഓരോ ഫോട്ടോയുടെ മര്യാദയ്ക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തോന്നൊന്നും പറഞ്ഞ് നിന്ന് അവരാതെ ഉണ്ടാക്കി വിട്ട്. പൂക്കുറ്റിയാണെങ്കിൽ മൂത്തിരിക്കുമ്പോൾ വെച്ച് വിളിക്കുകയും ചെയ്യും, ചെന്ന് കയറി കിടക്കുകയും ചെയ്യും. അത് കഴിയുമ്പോൾ 10-40 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്യും. ഓ, ഒരു ഷോട്ടിന് 40 ലക്ഷം രൂപ.
ടക്കീലയാണോ അടിച്ചത്? ആയിരിക്കുമല്ലേ. So far, from 23 September onwards, there almost 40 lakhs. അത് കൂടാതെ ഡയമണ്ട് റിങ്, മോതിരം, വാച്ച്, അവന്റെ കഴുത്തിൽ കിടക്കുന്ന 10 ഡയമണ്ടിന്റെ റിങ്, മോതിരം, വാച്ച്. ഇനി വല്ല പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അരിഞ്ഞാണം, ചെറിയ പാദസ്വരം, ചെറിയ പാദസ്വരം, അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ? മാറിക്കോട്ടെ ചേച്ചി പോട്ടെ, മാറിക്കോട്ടെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? ഇങ്ങനെ കടിച്ചു പറിക്കാൻ പ്രായത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ, നമുക്ക് വേറെ കാണാം. എന്റെ ലോക്കറ്റ്, അതിന് മുമ്പുള്ള ലോക്കറ്റ്, മാല, എല്ലാം ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് 10-20 ലക്ഷം രൂപ. ഇവളെ എന്നോട് ഭയങ്കര കളി കളിച്ചിട്ടുണ്ട്. വെച്ചാല് കാര്യമാണ്. അതുകൊണ്ട് പിന്നെ ഇവള് പ്രൊട്ടക്ഷൻ എന്ത് സംഭവിച്ചാലും ഉപയോഗിക്കത്തില്ല. എന്നോട് കള്ളം പറഞ്ഞിട്ട് ഇവളിപ്പം ഇപ്പോൾ വന്നപ്പോൾ ഇവിടെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ശാരീരികമായി ബന്ധമായിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതൊരു പേടിയുണ്ട്. ഞാൻ അടുത്ത മാസം നെക്സ്റ്റ് മന്ത് എല്ലാം പ്രശ്നമാകുമോ എന്നൊരു പേടിയുണ്ട്. എന്റെ വൈഫിന് തീരെ സുഖമില്ലാതായി. ഇതെല്ലാം ചെയ്തിട്ട് കൊളാപ്സായി ഹോസ്പിറ്റലിൽ ഇന്നലെ സ്കാനിങ് ചെയ്തപ്പം ബ്രെയിനിന് കംപ്രഷൻ ആയിട്ടുണ്ട്. അത് സീരിയസ് ആണ്. അങ്ങനെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭാര്യയ്ക്ക് വൈകലും അവളുടെ ബ്രെയിനിന് ഈ കംപ്രഷൻ ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഈ തെമ്മാടിത്തരത്തിൽ നിൽക്കുവോ? നാറി പൂക്കുറ്റി. ഇങ്ങനല്ലാതെ എന്തോ വിളിക്കണം? ഈ കാണുന്ന നിങ്ങൾ ഇവനെ വിളിക്കാൻ പാകത്തിലുള്ള ഒരു 10 പേര് എണ്ണി ഒന്ന് പറ. ഈ തെമ്മാടിത്തരം കാണിച്ചിട്ട് ഇത്രയും വയ്യാതിരിക്കുന്ന ഒരാൾക്ക് അതിപ്പം എന്തോ ആയിക്കോട്ടെ, അപ്പൊ അവരുടെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ള തന്തയില്ലായ്മ കാണിക്കുന്നതാണോ വേണ്ടത്? അത് അവരുടെ മനസ്സിന് സന്തോഷമായിട്ട് നിൽക്കുക, എത്ര കാലമുണ്ട് അത്രയും കാലം അവരുടെ മനസ്സിൽ സന്തോഷമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. അടിപൂക്കിട്ട് ഇവന്റെ അണ്ണാക്കിലേക്ക് അല്ലേ? ആ ലൈവില് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതും അയാൾ കോംപ്രമൈസ് ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്യാന്ന് പറഞ്ഞാണോ പൈസ കൊടുക്കാന്ന് പറഞ്ഞാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ അയാൾ അതിന് ഇതാക്കി കളഞ്ഞു. കാരണം ഇവര് ഇതെടുത്ത് രണ്ടാമത്തതിന് അവരെങ്കിൽ പിന്നെ പൊന്നെ ചക്കരെ പാലേ ആവുകയാണ്. ഇവർക്ക് ഇങ്ങനെ ട്രിഗറിങ് വരുമ്പോ, പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അപ്പൊ റസൂൽ പൂക്കുറ്റിയുടെ എന്തെങ്കിലും സാധനത്തിനെ പബ്ലിഷ് ചെയ്യും. അവൾ പൊതുവെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ്. അവർക്ക് ആരോടെങ്കിലും ഒരു ദേഷ്യം ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവർ മോശക്കാരാണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിൽ കൊടുക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ അവൾ ചെയ്യുമായിരുന്നു. അതേ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നതിനകത്ത്. എന്തൊക്കെയാ 40 ലക്ഷം രൂപ ഡയമണ്ട് റിങ്, എന്തൊക്കെയാ നടക്കുന്നത്? BMW കാറും എല്ലാം കിട്ടിയിട്ടുണ്ടോ? എവിടെ ഒരു കരക്കമ്പ് ഞാൻ അങ്ങനെ കേട്ടായിരുന്നു, BMW കാറെന്ന്. അതിന് സജിനൊക്കെയാണ് കിട്ടി, വേറെ ആർക്കെങ്കിലാണ് കിട്ടി? ആർക്കൊക്കെയോ എന്തായാലും പൂക്കുറ്റി വാരിക്കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു പീസ് കാണാം. ഇനി ഒരു വോയിസ് ഉണ്ട് കേട്ടോ, അതതിൻ്റെ ഹൈലൈറ്റ്. ഈ 3 പേരും കൂടെ സംസാരിക്കുന്നത്, അതായത് പൂക്കുറ്റിയും പൂക്കുറ്റിയുടെ വെപ്പും ഒന്നിച്ച് ഒരു റൂമിൽ, പൂക്കുറ്റിയുടെ വെപ്പിന്റെ കൂട്ടുകാരി സെപ്പറേറ്റ് ഇരിക്കുന്നത്. അതാണ് നമുക്കിനകത്ത് കാണുന്നത്. ഉൾവലിഞ്ഞാണ് നിൽക്കുന്നത്. അതിന്റെ റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സജിനയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സജിനയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സജിന ഇവരെയൊക്കെ എടുത്ത് വെളിയിലിടുവത്രേ. പക്ഷെ ഈ റീസെന്റ് ലേറ്റസ്റ്റ് വന്ന സുഹൃത്ത് ഞാനാണ്. ആക്ച്വലി എനിക്കിത് അറിയില്ലായിരുന്നു. ഞാൻ അറിയുന്നത് ഈ പറഞ്ഞ പബ്ലിക്കിന്റെ ഇടയിലേക്ക് എന്നെ പറ്റിയിട്ട് അപവാദം പറയുന്ന സമയത്താണ് അവളുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ അറിയുന്നത്. അതിനുശേഷമാണ് ഈ സുഹൃത്തുക്കൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് ഇതുപോലെ ദിയ ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഞങ്ങളൊക്കെ പേടിച്ചിട്ടാണ് ഇപ്പോഴും റിലേഷൻഷിപ്പും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോണേന്ന്. ഞാൻ ആകെ ഷോക്കായി പോയി. അതായത് സജിനയെ കൂട്ടത്തിൽ കൊള്ളാത്ത ഒരാളാണെന്നും സജിനയുടെ കൂടെ നിന്നതിന് ശേഷം സജിനയായിട്ടൊന്ന് തെറ്റിക്കഴിഞ്ഞാലോ സജിന അവരുമായിട്ടൊന്ന് തെറ്റിക്കഴിഞ്ഞാലോ അവർക്കെതിരെ പ്രയോഗിക്കാനുള്ള സാധനങ്ങൾ ഇവളുടെ കയ്യിൽ കാണും, ഇതെടുത്ത് പ്രയോഗിക്കുമെന്ന് പറയുന്നു. അതായത് കൂടെ നടന്നിട്ടുള്ള സന്തത സഹചാരിയായിട്ടുള്ള ഈ വക തെമ്മാടിത്തരത്തിനും ഈ അറപ്പുപെട്ട പരിപാടിക്കും കൂടെ നിന്നിട്ടുള്ള ഈ വ്യക്തി ദിയാസന ഇതിന് സപ്പോർട്ടായിട്ട് സജിനയ്ക്ക് വേണ്ടി പൂക്കുറ്റിയുടെ അടുത്ത് വാദിച്ചിട്ടുള്ള കൂടെ നിന്ന് വെച്ച് പിടിച്ചു കൊടുത്തിട്ടുള്ള ഒരു പെണ്ണ് തന്നെയാണ് ഈ പറയുന്ന ദിയാസന. ഈ ദിയാസന തന്നെ ഇങ്ങനെ പറയുമ്പോഴത്തേന് കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്കകത്ത് ദിയാസന MDMA ആണേ കച്ചവടക്കാരിയാണേ വാരി തിന്നാനായിട്ട് ആൾക്കാർക്ക് കൊടുത്തേ എന്ന് പറയുന്ന ഒരു ആരോപണം അല്ലേ? സാധൂകരിക്കുമല്ലേ, സത്യമാക്കുമല്ലേ? അവക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ അവൾ പ്രയോഗിക്കുമെന്ന്. അങ്ങനെ പ്രയോഗിച്ചില്ലേ? ഇല്ലേ? അതല്ലേ സംഭവം നടന്നതല്ലേ? അല്ലാതെ പറയാൻ പറ്റുമോ? ഞാൻ പറയാം. ദിയാസനയെ സംബന്ധിച്ച് ദിയാസനയ്ക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കഴമ്പില്ലാത്ത എന്തെങ്കിലും ആരോപണമാണ് പറയുന്നെങ്കിൽ ദിയ പറയുന്ന പരിപാടി എന്തുവാ, സംസാരിക്കുന്ന രീതി എന്തുവാ? അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും അല്ലാതെ വേറെ കുഴി കിടക്കുന്നവരെ എഴുന്നേറ്റ് കൈയടിക്കുന്ന രീതിയിലല്ല നീ അവരെ ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിന് മാത്രം എന്തുകൊണ്ട് വലിയ സഭ്യതയോടുകൂടി പ്രതികരിക്കാനായിട്ട് തീരുമാനിച്ചു?
ബ്ലഡ് ടെസ്റ്റ് എടുത്തൊന്ന് കാണിക്കാൻ പറ്റുമോ ചിലപ്പം, എനിക്കറിയത്തില്ല. കാണിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. നമ്മ എടുത്തിട്ടൊന്നും ആരും ചോദിക്കാൻ നിൽക്കണ്ട കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. അപ്പം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഇവർ തമ്മിൽ തെറ്റിയത് എങ്ങനെയാണെന്ന് അതൊരു വോയിസ് ക്ലാസ് പാച്ചാ തെറി അങ്ങ് വിളിച്ചു. അവസാനം ഇവർ തമ്മിലുള്ള വഴക്ക് തീർക്കാനായിട്ട് ആരിടപെടുന്നു? സാക്ഷാൽ പൂക്കുറ്റി, സാക്ഷാൽ ഓസ്കാർ അവാർഡ് വിന്നറായിട്ടുള്ള പൂക്കുറ്റി ഇടപെടുന്നു. ഓ പൂക്കുറ്റി കിടില കേട്ടോ. സിനിമയുടെ കൂടെ ഇതും കൂടെ കൊണ്ടു നടക്കുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? അല്ല, അതാടാ ഒരു മനുഷ്യൻ എത്ര വളർന്നാലും അവരുടെ താഴെത്തട്ടിൽ നിൽക്കുന്ന എല്ലാവരെയും പ്രീതിപ്പെടുത്താനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ മനുഷ്യൻ, അല്ലേ? വളർച്ച നോക്കാതെ കൂടെ നിന്ന് വെച്ച് പിടിച്ചു കൊടുക്കാൻ നിൽക്കുന്നവൻ. എന്നിട്ട് പോടാ പൂക്കുറ്റി. സ്വന്തം മകളെ പുള്ളി ഉപദ്രവിച്ചു എന്നുള്ള സംഭവം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് വീണ്ടും എടുത്ത് ചോദിച്ചപ്പോൾ ഫിസിക്കലി അല്ല അത്, പിന്നെ ഞാൻ അത് വലിയ ട്രിഗറായി സംസാരിക്കുമ്പോ ഇല്ല ഫിസിക്കലി അല്ല അത് മെന്റലി എന്ന് ഇവള് പറഞ്ഞതാണ്. ഒന്ന് ആലോചിക്കണം. അപ്പൊ അവൾ എന്തിനും മടിക്കത്തില്ല. അങ്ങനെ ഒരു സ്ത്രീ എങ്ങനെ സൗഹൃദത്തിൽ തുടരും? ഇങ്ങനെയാണ് ഞാനും അവളുമായിട്ട് തെറ്റുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ നല്ല വൃത്തിക്ക് തെറി വിളിച്ചു. ഇനി ജന്മത്തെ എന്റെ അടുത്ത് വന്ന് ഞാൻ കാലേ വരെ തറയിലടിക്കുമെന്ന് തന്നെ പറഞ്ഞു. എനിക്കിനി ഒരു രീതിയിലും ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് അവർക്കുള്ള പ്രശ്നം. ഹലോ, ഇക്ക എവിടെയാ? ഞാനിപ്പോൾ സ്റ്റുഡിയോയിലാണ്. ഇയാള് പിന്നെ ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ, ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 10:15 ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി. അവിടെ കക്ഷിക്ക് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ മറിഞ്ഞു വീണ റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി അവിടെ നിന്ന് പൊക്കിയെടുത്തൊരു കസേരയിൽ ഇരുത്തി ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തി, നടു റോഡിൽ വിളിച്ചു വരുത്തി BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ കക്ഷിക്ക് ആങ്സൈറ്റി ആണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ പൊക്കിയെടുത്ത് വീട്ടിൽ റൂമിൽ സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. 6:30 ഫ്ലൈറ്റിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്. അതായത് ഈ പൂക്കുറ്റി പറയുന്നത് സജിനയും ദിയയും തമ്മിലുള്ള സംസാരത്തിനകത്ത് വളരെ വൾഗറായിട്ട് ഇവർ സംസാരിക്കുകയും അതിനെ തുടർന്ന് സജിന ഹാൻഡ്സൈറ്റി അടിച്ച് റോഡിൽ തലകറങ്ങി വീണു. അങ്ങനെ ഞങ്ങൾ പൊക്കി എടുത്തോണ്ട് വന്ന് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നു. എല്ലാം മനസ്സിലാവുന്നുണ്ട്. എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നമായി, എല്ലാവരും അറിഞ്ഞെന്ന്. എടാ, കമ്പിക്കഥ ഇത്ര ഗംഭീരമായിട്ട് പറഞ്ഞു. ഇത് കമ്പി സീസണാണോടാ? തൊപ്പിയുടെ കമ്പി ഒരു സൈഡിൽ കൂടെ, അതാണ് അടി പിടി വെടി, ആണുങ്ങളെ വരെ കുരിച്ചു ചേർത്തി അടിക്കുന്ന പരിപാടി. തൊട്ടിപ്പുറത്ത് വേണ്ടത് പൂക്കുറ്റിയുടെ പെണ്ണുപിടി. എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? അല്ല, ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ അവള്? എൻ്റെ അടുത്തുണ്ട്. പക്ഷെ നിങ്ങൾ സംസാരിക്കണ്ട. ഇല്ല, ഞങ്ങള് സംസാരിക്കില്ല. നിങ്ങൾ സംസാരിക്കണ്ട. പക്ഷെ നിങ്ങൾ തിരുവനന്തപുരത്ത് കക്ഷി വരുമ്പോൾ നിങ്ങൾ പോയി കാണണം. കണ്ടിട്ട് ഇല്ല സാർ, നോ സാർ. ഞങ്ങൾ ഇനി ഒരു രീതിയിലും കണക്റ്റഡ് ആവില്ല സാർ. ഐ എം റിയലി സോറി സാർ. നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ എന്തോന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഞാനാവില്ല. എന്നാ ദിയേം ദിയ ഭയങ്കര മൊഴിയായിട്ട് വിളിക്കുന്നത്. ഐ എം റിയലി സോറി സാർ. അയ്യോ സാറ്, കല്യാണം കഴിച്ച് നിന്നിട്ട് വല്ലവന്റെ പെണ്ണുമ്പളെ വെച്ച് അടിച്ചോണ്ടിരിക്കുന്നതിന്റെ പുറകെ അത് വെച്ച് പിടിച്ചു കൊടുക്കാൻ പോകാൻ അവനെ സാറേന്ന് വിളിക്കുന്നു. നാളെ മുതൽ എന്നെ വല്ല സാറേന്ന് വിളിച്ചോണം കേട്ടല്ലോ. ഇത്രയും തമ്മാഴത്തിനും ഞാൻ കാണിക്കാറില്ല. സാറേന്ന് വിളിച്ചോളാം. ദിയയ്ക്ക് അയച്ച വോയിസ് മെസ്സേജിലുണ്ട് ഇക്കായ്ക്ക് എന്നോട് ദേഷ്യാന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് പിന്നെ നമ്മൾ ഇക്കായ്ക്ക് വേണ്ടി പോലും ഞാൻ ഒന്നും ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ പ്രശ്നത്തില് ഇക്ക എന്നെ തെറ്റിദ്ധരിച്ച്, ഇക്ക ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ പ്രശ്നത്തില് എന്നെ തെറ്റിദ്ധരിച്ച് ഇക്ക പറഞ്ഞെന്നാണ് പറയുന്നത് ഞാനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന്. അത് അങ്ങനെയാണോ ഇക്ക? അങ്ങനെയാണോ? എനിക്കറിയത്തില്ല. നിങ്ങൾ എല്ലാവരും കൂടി മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ഇത് അറിഞ്ഞിട്ട് എന്റെ അമ്മ ബോധം കെട്ട് വീണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ ഇപ്പൊ തിരിച്ചു കൊണ്ടുവരുന്ന സമയം. ഞാൻ പറയട്ടെ അന്നമ്മ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇവള് പോയൊരു കുരുക്കിൽ ചാടിയപ്പോഴ് അന്നമ്മ എന്റെ നല്ല സുഹൃത്ത്, എന്റെ സുഹൃത്താണ്, എന്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ആൾ. ഇവ എപ്പോഴും അന്നമ്മയെ എന്റെ അടുത്ത് ജസ്റ്റിഫൈ ചെയ്ത് എങ്ങനെയാണ്? നിങ്ങൾ പറയുന്ന അവള് കേൾക്കില്ല, അവൾ എന്റെ സുഹൃത്താണ്, അവൾ എന്റെ നല്ലത് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ നല്ലത് മാത്രം നോക്കുന്ന നിന്റെ സുഹൃത്താണ്, കറക്റ്റാണ്, നിന്റെ നല്ലത് നോക്കുള്ളൂ. പക്ഷേ നമ്മളൊരു കുഴിയിൽ ചാടുമ്പോൾ നെല്ലും പതിരും പറഞ്ഞു കൊടുക്കണ്ടേ? അത് നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കേ. ഇവള് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ വേറൊരു കാര്യം കൂടെ, അല്ല ഒരു മിനിറ്റ്, നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു നോക്കിക്കേ. എന്നിട്ടും ഞാൻ അവളുടെ കൂടെ നിന്നിട്ട് ഇന്നിപ്പൊ ഞങ്ങൾക്ക് അയച്ച മെസ്സേജ് അല്ലാന്നറിയോ, ഇക്കാടെ കൂടത്തില് ഞങ്ങള് എന്താ പറയാ, അവൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങള്
എന്താ പറഞ്ഞു കൊടുത്ത് അവളെ ഞാൻ ഇക്കാനേം കൂടെ തെറ്റിക്കുവാണ്, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇക്കാനേം അവളെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഇവള് സ്പീക്കർ ഇട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മമ്മിക്ക് വയ്യാണ്ടായത്. അറിയാവോ ഇക്ക? എന്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലായതാ. ഇനി ഞാൻ അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എനിക്കിനി നിങ്ങളുടെ ഇതിൽ ഇടപെട്ട് എനിക്ക് പഴി കേൾക്കാൻ വയ്യ. കാരണം എനിക്ക് എന്റെ ലൈഫുണ്ട്. ഞാൻ എന്റെ വളരെ അന്നമ്മ സ്ട്രെയിറ്റ് ആയിട്ട് ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം. 10 വർഷം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിന്നാലും ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, എന്റെ ഫാമിലി അങ്ങനെ അല്ല. ഇക്കായ്ക്ക് ഇക്കായുടെ ഫാമിലി വലുതല്ലേ. എന്റെ ഫാമിലി, ഉം. എന്റെ കസിൻസ് ഫുൾ ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇക്കാക്ക് അറിയോ, ദിയ സാക്ഷിയാണ്. എന്നെ എല്ലാവരും പറഞ്ഞു, ഒരു പ്രാവശ്യം നിന്നെ സജന ദ്രോഹിച്ചതാണ്, നീ എന്തിനു തിരിച്ചു കയറ്റിയെന്ന് പറഞ്ഞിട്ട് എന്റെ കസിൻസ് കോട്ടയത്ത് നിന്ന് വരെ വന്നിട്ടുണ്ട്. അറിയാവോ? ഇവൾ എന്നോട് പറഞ്ഞ എന്നാന്നറിയോ ഇപ്പൊ, എന്റെ ലൈഫ് ഇടപെടരുതെന്ന്. പിന്നെ ഇവളുടെ ഉമ്മീനെ വിളിച്ചെന്ന്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ദിയ പറയുന്നു ഒരു തവണ ഞാൻ ക്ഷമിച്ചിട്ട് കയറ്റിയെന്ന്. നീ പറയുന്നത് ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഫ്രണ്ട് ഞാനാന്ന്. ഞാൻ അപ്പോഴാണ് അറിയുന്നത് അവളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇതുപോലൊരു പണി കിട്ടിയ ആളെ വീണ്ടും നീ എങ്ങനെ കൊണ്ടു നടന്നു എന്ന് പറയുന്നത്? അപ്പൊ എവിടൊക്കെയാ കള്ളത്തരങ്ങൾ കിടക്കുന്നത്? ഒന്ന് പറഞ്ഞു കാണിക്കാവോ? ഒന്ന് പറഞ്ഞു കാണിക്കണേ. ഇവൾ അവിടെ കിടന്ന് ഷാദിയത്തിനെ വിളിച്ച് ഞങ്ങള് തിരിച്ച് കേറി വാ പട്ടീനെ പോലെ പറഞ്ഞു. ഞാനും ദിയേം പറഞ്ഞു. ഇവള് കേൾക്കാണ്ടായപ്പോ ഞാൻ ഇവളുടെ ഉമ്മീനെ വിളിച്ചു. കാരണം എന്നാന്നറിയോ, ഇവള് കാണിക്കുന്ന രീതി വെച്ചിട്ട് ഉമ്മയെങ്കിലും പറയുന്നത് കേട്ട് തിരിച്ചു വരട്ടെ എന്നും. പിന്നെ എന്റെ വീട്ടിൽ നിന്നാ പോയത്. ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ വീട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ഷാദിയത്തെ ഇവളും തമ്മിൽ, ഷാദിയത്തേക്ക് എന്ത് സംഭവിച്ചാലും ഇവക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ ഇവളെ കൂടപ്പിറപ്പിനെ പോലെയാണ് കണ്ടത്. ഇവൾ ഇന്ന് പറഞ്ഞ കുറെ വാക്കുകൾ, ഇന്നിപ്പൊ എനിക്ക് അയച്ച ഒരു വോയിസ് ഉണ്ട്, ഞാൻ ഇക്കയ്ക്ക് അയച്ചു തരാം. മാനിപ്പുലേറ്റ് ചെയ്ത് ഞാനാണ് മാനിപ്പുലേഷൻ ചെയ്യണത്. ഞാൻ ഇക്കാനെ ഇവളെയും കൂടെ തെറ്റിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇക്കാന്റെ അടുത്ത് ഇവളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കോൺഫറൻസ് കോൾ ഞാൻ ഇക്കാന്റെ അടുത്ത് പറഞ്ഞു, ഇക്കോടെ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇവൾ എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ ഇപ്പൊ അവളെ കേൾപ്പിച്ചാലും കുഴപ്പമില്ല, അവളെ മുമ്പിൽ എന്ന് പറഞ്ഞ ഇക്ക എന്നെ പറ്റി എന്നുവെച്ചാൽ എന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞെന്ന്. ഞാൻ ഇക്കോടെ എന്താ ഇവളെ പറ്റി മോശം പറഞ്ഞു തന്നെ ഇക്ക? ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, അല്ല ദൈവത്തിന് ഞാൻ ഈ നിമിഷം വരെ, ഞാൻ ദിയ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഞാനൊരു കാര്യം പറയും, ഇന്ന് ഈ നിമിഷം വരെ അവളുടെ നല്ലത് മാത്രം ആഗ്രഹിച്ച് കൂടെ നിന്നവളാ. പക്ഷെ ഇവൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിനും കർമ്മയ്ക്കോ വിട്ടുകൊടുക്കുന്നത്. എന്നെ വേദനിപ്പിച്ചവരെല്ലാം വിഷമിപ്പിച്ചു. ദൈവമേ, എന്നെ വേദനിപ്പിച്ചവരെയൊക്കെ ദൈവത്തിനും കർമ്മയ്ക്കോ വിട്ടുകൊടുക്കുന്നതെന്ന് എന്തൊക്കെ ഡയലോഗുകളല്ലേ. നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യൽ സ്റ്റെപ്പിൽ ആൾക്കാർ പറയുന്ന ഡയലോഗുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദൈവത്തിന് കുഞ്ഞുണ്ടായപ്പോൾ അതിന് പറയുന്നത് അത് അല്ല തന്നതാണ്, അല്ല ചെയ്തതെന്ന്. ഉണ്ടാക്കി അവിഹിതമുണ്ടായ കുഞ്ഞുങ്ങളെയൊക്കെ അല്ല തരുന്നതും ദൈവം തരുന്നതും പടച്ചോൻ തരുന്നതൊക്കെ തന്നെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഇമ്മാര് തെമ്മാടിത്തരം കാണിച്ചിട്ട് അതിലുണ്ടാകുമ്പോഴത്തേക്കും അതിനെ നിങ്ങൾ ആ രീതിയിലേക്ക് കൊണ്ടുവരല്ലേ. അപ്പൊ മര്യാദയ്ക്ക് കല്യാണം കഴിച്ച് കൊച്ചുണ്ടാകുന്നവർക്ക് ഒരു അപമാനം നിന്റെയൊക്കെ പോലുള്ള ഇതുപോലുള്ള പരിപാടികൾ. എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം ഞാൻ അത് കർമ്മയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ്. 2 കാര്യങ്ങൾ എനിക്കിന്ന് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി. ഞാനിനി ഒരിക്കലും സജനയായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല എന്ന് തീരുമാനം എടുത്ത സമയം അതായിരുന്നു. രാവിലത്തെ കോൾ വന്ന സമയത്ത് അവൾ എന്റെ അടുത്ത് നിന്നുകൊണ്ട് എനിക്കിനി റിലേഷൻഷിപ്പ് തുടരണ്ട, എനിക്ക് 3 കോടി മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, അവളോട് പറഞ്ഞു, നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. എന്റെ പൊന്നു മോളെ, നീ കാല് പിടിച്ച് പറയണം, നീ ഇങ്ങ് വാന്ന് പറഞ്ഞപ്പോ പറയണേ, അവര് മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഈ 2 സ്റ്റേറ്റ്മെന്റ് കേട്ടതോട് കൂടി ഞാൻ അവളുടെ മനസാക്ഷിയെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് അങ്ങനത്തെ മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ബന്ധവും എനിക്ക് വേണ്ട. പിന്നെ ഈ അന്നമ്മയും ഞാനും ആകെ കാണുന്നത് ലാസ്റ്റ് ടൈം തിരുവനന്തപുരത്ത് വന്ന സമയത്താണ്. അവൾ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നീ അന്നമ്മേനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്ന്. എനിക്ക് ഇവരുമായിട്ടൊന്നും, എനിക്ക് ഈ പറഞ്ഞ അന്നമ്മയായിട്ട് പോലും എനിക്ക് ബന്ധമില്ല. ഞാൻ സജിന ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഇന്ന് അന്നമ്മയുടെ ഫ്ലാറ്റിൽ പോലും വന്നത്. ഞാൻ ഇന്ന് ഈ നിമിഷമാണെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് മാറും. എനിക്ക് അന്നമ്മയല്ല, എനിക്ക് ഇമ്പോർട്ടൻസും ഇല്ല അന്നമ്മ. ഞാൻ അവളെ മുമ്പിലിരുന്ന് തന്നെ അത് പറയുന്നത്. പക്ഷേ അവള് ഓരോ സാധനങ്ങളും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനം കാണുമ്പോൾ എന്നോടും പറയുന്നു, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിച്ചും എന്റെ ലൈഫിനാണ് അത് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ രണ്ടുപേരും അയാളുടെ സുഹൃത്തുക്കളാണ്. അപ്പൊ എന്തുമാത്രം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല സാർ. ഞങ്ങളിപ്പോ പറയാണ്, ഷാദിത്തായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം നമ്മളിൽ നിന്ന് ആവശ്യമുണ്ടോ? ഞാൻ ഇപ്പോഴും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്. ഞാൻ പറയണം, കാരണം നിങ്ങളും കൂടെ കാരണം തന്നെയാണ് അവളുടെ റിലേഷൻഷിപ്പിനകത്തുള്ളത്. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച് എന്താന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷെ ഒരു സ്ത്രീയും 2 മക്കളും ഇത് അനുഭവിക്കുമ്പോ ആസ് ആൻ ആക്ടിവിസ്റ്റ്, ഞാൻ എന്റെ എത്തിക്സ് എന്ന് പറയുന്നത് ഇതല്ല.
എന്റേതെന്ന് പറഞ്ഞാൽ ഞാൻ അവരൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാർ എന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, സാർ അവരെന്ത് ആവശ്യപ്പെട്ട് സംസാരിച്ചാലും ഞാൻ അവരൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞത്. ഞാൻ ഒരിക്കലും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്, പക്ഷേ ആ സ്ത്രീക്കൊപ്പം ഞാൻ നിൽക്കും, നിങ്ങളെ ഭാര്യയ്ക്കൊപ്പം ഞാൻ നിൽക്കും. അവർ അത്രയും കണ്ടീഷനിൽ ഹെൽത്ത് പ്രശ്നമായി നിൽക്കുന്ന അവരെ കൺസിഡർ ചെയ്യാൻ പറ്റാത്ത സജനയുടെ മനസ്സാക്ഷി എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം സാർ, അവൾ ആങ്സൈറ്റിയോ അവൾ പ്രശ്നമോ അവളെ ഞങ്ങളടുത്ത് മെസ്സേജ് അയച്ചോ അവൾ ആത്മഹത്യ ചെയ്യാൻ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ഇനി ഒന്നുകൂടെ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നടുത്തുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് ആത്മഹത്യ ചെയ്യാണെന്ന് പറയാണ്. സാർ ആ കുട്ടിയെ രക്ഷിക്കണം, എനിക്ക് ഇതേ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, അതിലപ്പുറത്തൊന്നുമില്ല. സാറ് നമ്മൾ പറയും, ഞങ്ങൾ ഇതുവരെയും സാറിൻ്റെ അടുത്ത് ഈ രീതിയിൽ ഞാൻ സാറിൻ്റെ അടുത്ത് ഒപ്പോസ് ചെയ്ത് ഒരു തരത്തിലും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വളരെ വലിയ വിഷമം ഉണ്ടാക്കിയ സാഹചര്യമാണ്. കാരണം അവളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കരുതിയിട്ടാണ് അവൾക്ക് ഒപ്പമാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. അവൾ ഇങ്ങ് വാന്ന് പറഞ്ഞത് അവളുടെ ഹെൽത്തിനെ ഒന്നും അറിയാനൊക്കെ. ഒരു മിനിറ്റ് നിങ്ങളെ ഏത് അവസ്ഥ നിന്നെ ഇവിടെ കൊണ്ടിരിക്കുന്നത്? ആരായാലും നിനക്ക് എന്താണ്? ദിയാണ് സംസാരിക്കുന്നത്. ദിയ, എന്തിനാണ് എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾ അവരെ നിങ്ങൾക്ക് ശബ്ദിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്, നീ എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്, നിങ്ങൾ അവരെ നിങ്ങൾക്ക് ശബ്ദിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്, നീ എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്. മോശമാണ് ഭയങ്കരമായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ കൂടി ഞാൻ കണക്ട് ചെയ്തോന്നാണ് നിങ്ങൾക്ക് കുഴപ്പം. കേട്ടല്ലേ? നിങ്ങൾ കണക്ട് ചെയ്തോന്നാണ് നിങ്ങൾക്ക് കുഴപ്പം. നിങ്ങൾ ഫോൺ വെക്കൂ. ഞാൻ ഇപ്പൊ ഏത് അവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഇവിടെ കൂടെ കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങൾക്ക് അറിയാം. നിങ്ങളിപ്പോ സമാധാനമായിട്ട് ഇരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവള് കിടന്ന് കാണിക്കുന്ന സാധനത്തിനകത്ത് നിങ്ങൾ വീണ്ടും നിന്ന് കൊടുക്കണ്ട. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പ്രശ്നത്തിലായിട്ടുണ്ട്. നിങ്ങൾ അവളെ വഴിക്ക് വിട്ടിട്ട് അവളെ കയറ്റി വിടാൻ നോക്ക്. നിങ്ങൾ എന്നിട്ട് നിങ്ങളെ കാര്യം നോക്ക്. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് സന്നദ്ധനായിട്ട് നിൽക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. പറ്റില്ല. വെറും തീട്ട കേസ് കേട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കെ, അവീതത്തിനും കള്ളവെടിക്കും ഇടനിലക്കാരും നിന്ന് സംസാരിക്കുക, അവർ തമ്മിൽ വഴക്ക്, ഹാൻഡ്സൈറ്റി, അത് ഇടനില നിൽക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെടി, നീയൊക്കെ പെണ്ണുങ്ങൾക്ക് വേണ്ടി കിടന്ന് വാദിക്കുന്ന ആളാണ് ദിയാസനയൊക്കെ. നീ ഇമാരി തെമ്മാടിത്തത്തിന് കൂട്ടു നിന്നിട്ടില്ലേടി? ഇതിനു വേണ്ടി അവരെ സഹായിച്ചിട്ടില്ലേ? ഇത്രയും സഹായിച്ചിട്ട് നീ അവസാനം പറയുന്നത് ഞാൻ പൂക്കുറ്റിയുടെ പെണ്ണുമ്പിളയുടെ കൂടാണെന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് എടുത്ത് വിടുമ്പോഴത്തേന് നീയൊക്കെ വലിയ പതിവ്രതയാണെന്ന് വിചാരിച്ചോ? അങ്ങ് വലിയ നല്ല കാര്യമാണ് കാണിച്ചു കൊടുത്തത്. കൂടെ നിന്ന കൂട്ടുകാരി ഓടി നടന്ന് അടിച്ചുകൊണ്ടിരുന്ന അവള് പൂക്കുറ്റിയെ കയറി അടിച്ച് അവൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് 10-35 ലക്ഷം രൂപ അടുപ്പിച്ച് ഊറ്റിയെടുത്തുന്ന കാര്യങ്ങൾ വരെ നിനക്കൊക്കെ അറിയാഞ്ഞിട്ടും അത് നിന്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് നീയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത് താങ്ങി തൂങ്ങി നടന്നവരാ അല്ലേ? ആ താങ്ങി തൂങ്ങി നടന്നിട്ട് ഒന്ന് കയ്യിൽ നിന്ന് പോയപ്പോഴത്തേക്ക് എനിക്ക് ഏറെ തിരിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ഇങ്ങനെ തെളിവുണ്ടെന്ന് ചാവ്. നാണമില്ലാതെ ഒരല്പമെങ്കിലും നാണവും മാനവും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയുള്ളവരായിരുന്നെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലുള്ള തന്തയില്ലായ്മയ്ക്ക് കൂട്ടു നിൽക്കത്തില്ല. നല്ല രീതിക്ക് കൂട്ടു നിന്നു. പൊളിഞ്ഞപ്പോൾ എല്ലാം കൂടെ വാരി പുറത്തേക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞു. അത് തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും. അടുത്ത വീഡിയോ ഉണ്ടോ ഉടനെ വരുന്നതായിരിക്കും. അപ്പം കാണാം.